അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ റിയാസ് മന്നാനി കടയ്ക്കലാണ്. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ബഹുമാനികളെ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മുടെ ബഹുമാനപ്പെട്ട CM അദ്ദേഹത്തിൻ്റെ പ്രത്യേക തരത്തിലുള്ള ഒരു പുഞ്ചിരിയാണ്. അദ്ദേഹത്തിന് പുതിയൊരു പേരും ഇപ്പോൾ ഇട്ടിരിക്കുന്നു, പൂക്കി CM. ബഹുമാനികളെ, ഞാൻ പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ അനുഭാവി അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ പുഞ്ചിരിയിൽ എനിക്ക് അദ്ദേഹത്തിനോട് വളരെയധികം ബഹുമാനവും ആദരവും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൽ ഞാൻ കാണുന്നത്, അദ്ദേഹം ജനങ്ങളെ സമീപിക്കുമ്പോൾ, സമൂഹത്തിനെ സമീപിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി അദ്ദേഹം സമ്മാനിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ അദ്ദേഹത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വീഡിയോ ക്ലിപ്പും എനിക്ക് കേൾക്കാൻ സാധിച്ചു. നബിയുടെ കാലഘട്ടത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തെ സംബന്ധിച്ചുമൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ പ്രസംഗിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നിയമം ഉണ്ടാക്കി, അതായത് മഹറിനെ സംബന്ധിച്ച്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടമായപ്പോൾ, ഉമറിൻ്റെ ഭരണം കാലഘട്ടമായപ്പോൾ പല നിർബന്ധത്തിന് വഴങ്ങി ഉമർ റളിയല്ലാഹു അൻഹു മഹറിൻ്റെ അളവ് കുറയ്ക്കാൻ നിർബന്ധിതനായി. അപ്പോഴേക്കും സദസ്സിൽ നിന്നൊരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടപ്പാക്കിയ ആ മഹറിൻ്റെ അളവിനെ അല്ലെങ്കിൽ ആ നിയമത്തെ മാറ്റുവാൻ ഇപ്പോൾ ഭരിക്കുന്ന നിങ്ങൾക്ക് അവകാശമില്ല. അപ്പോൾ എല്ലാവരും ചുറ്റും നിന്നവരെല്ലാം ആ സ്ത്രീയെ കുറ്റപ്പെടുത്തിയെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചത്, ആ സ്ത്രീ പറഞ്ഞത് ശരിയാണ്, നബി തങ്ങൾ നിയമമാക്കിയ ഒന്നിനെ മാറ്റുവാനോ കുറയ്ക്കുവാനോ ഒന്നും എനിക്കതിന് അധികാരമില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു സംഭവം, അത് ബഹുമാനപ്പെട്ട CM ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വിജയത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം, അദ്ദേഹം ഇതെല്ലാം പഠിച്ചിട്ട് മാത്രമാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. മുമ്പുള്ള മുൻഗാമികളായ ഭരണാധികാരികളുടെ എല്ലാ ശൈലികളും, എല്ലാ തന്ത്രങ്ങളും, എല്ലാ ചരിത്രങ്ങളും അദ്ദേഹം വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് മാത്രമാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് ഇറങ്ങിയെന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പഠിച്ചിട്ട് ഇറങ്ങിയ ഏത് രംഗത്തേക്ക് നമ്മൾ, ഏത് സംരംഭത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെടുകയില്ല എന്നുള്ളത് ഒരു സംശയവുമില്ല. അതുപോലെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട CMഉം ഇതിനെക്കുറിച്ച് പഠിച്ച് അതിനുശേഷമാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിലുള്ള രഹസ്യവും അത് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ വിഷയം നമ്മളെ ബഹുമാനപ്പെട്ട CMൻ്റെ പുഞ്ചിരിയാണ്. CM സാറിന് ആ പുഞ്ചിരി മരണം വരെ നിലനിർത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ പുഞ്ചിരിക്ക് ഇസ്ലാമിൽ വളരെയധികം സ്ഥാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നു, മറ്റൊരു മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ചിരിക്കുന്ന പുഞ്ചിരി സ്വതക്കയുടെ പ്രതിഫലം കിട്ടുമെന്നാണ്. ഒരു സ്വതക്കയുടെ പ്രതിഫലമാണ് ഒരു പുഞ്ചിരിക്ക് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇസ്ലാമിൽ പുഞ്ചിരിക്ക് എത്രത്തോളം മഹാത്മ്യമുണ്ടെന്ന്. അതുപോലെ തന്നെ നമ്മൾ കൊച്ചുകുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളും മദ്രസയിലൊക്കെ കൊച്ചിലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൽ സ്വഭാവത്തിൻ്റെ അടയാളങ്ങളിൽ ഒന്നാമതായി പറയുന്നത് മുഖപ്രസന്നതയാണ്. പ്രസന്നമായ മുഖത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് സൽ സ്വഭാവത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണമായിട്ട് നമ്മൾ കൊച്ചിലെ മദ്രസകളിലും കിതാബുകളിലും ഒക്കെ പഠിച്ച് വളരുന്നത്. അപ്പോൾ അതാണ് ഇസ്ലാമിൽ പുഞ്ചിരിക്ക് വളരെയധികം സ്ഥാനമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഒരു സ്ത്രീ ബസ് എന്തോ അത്യാവശ്യത്തിന് ബസ് നിർത്തണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ വിസമ്മതിക്കുകയും വെക്കുന്ന ദേഷ്യം വന്ന ആ സ്ത്രീ വാഹനത്തിൻ്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുകയും ചെയ്ത സംഭവം സോഷ്യൽ മീഡിയയെല്ലാം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ സ്ത്രീ വളരെ സൗമ്യമായ രീതിയിൽ പുഞ്ചിരിയോടുകൂടി ആ ബസ് ജീവനക്കാരോട് ചേട്ടാ, സാർ അല്ലെങ്കിൽ സാർ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി സൗമ്യമായ രീതിയിൽ അവരോട് ഈ കാര്യം ആവശ്യപ്പെട്ടുവെങ്കിൽ
എപ്പോഴേ അവർ അത് നിർത്തിക്കൊടുത്ത് ഇത്രയൊന്നും വിഷയമാവില്ലായിരുന്നു. അപ്പം പെട്ടെന്ന് നമ്മുടെ ദേഷ്യം വരുമ്പോൾ നമ്മളല്ല പെരുമാറുന്നത്, നമ്മുടെ ക്യാരക്ടർ അങ്ങ് മാറുകയാണ്. പിന്നെ നമ്മൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ല പിന്നെയുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ക്യാരക്ടറല്ല. അപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ അവിടെ എങ്ങനെ ഇരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെ പഠിപ്പിക്കുന്നതും ഒരാൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ, നിൽക്കുമ്പോഴാണ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കണമെന്നാണ്. അപ്പോൾ ദേഷ്യം നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്യുകയും എപ്പോഴും നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരി എപ്പോഴും അത് നമ്മൾ എപ്പോഴും ജനങ്ങളെ സമീപിക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി സമീപിക്കുക. ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ദേഷ്യത്തിൽ വളരെ ഗൗരവത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അരോചകമായി തോന്നുന്നത് പോലെ ഞാനൊരു പുഞ്ചിരിയോട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും സന്തോഷം. ഒരു അധ്യാപകൻ ക്ലാസ് മുറിയിലേക്ക് വരുമ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു സന്തോഷം. ഒരു ഓഫീസർ തൻ്റെ ഓഫീസിലേക്ക് ഒരു പുഞ്ചിരിയോടുകൂടി കടന്നു പോയി കഴിഞ്ഞാൽ മറ്റുള്ള സ്റ്റാഫുകൾക്കതൊരു സന്തോഷം. അതുപോലെ തന്നെ ഒരു പോലീസ് ഓഫീസർ നമ്മുടെ അടുക്കിലേക്ക് ഒരു പുഞ്ചിരിയോടുകൂടി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് നമുക്ക് സ്നേഹവും ബഹുമാനവും തോന്നും. മറിച്ചാണെങ്കിലും അവരോടൊക്കെ നമുക്ക് വെറുപ്പാണ് തോന്നുന്നത്. അപ്പോൾ ഇസ്ലാമിൽ മഹത്തമായി കാണുന്ന ഒരു കാര്യമാണ് പുഞ്ചിരി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആരെ കൂടെ സമീപിക്കുമ്പോഴും ജനങ്ങളെ സമീപിക്കുമ്പോഴും എപ്പോഴും നമ്മൾ പുഞ്ചിരി ഉണ്ടായിരിക്കുന്നവരാവുക. സൽസ്വഭാവത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് മുഖപ്രസന്നത. മുഖപ്രസന്നത എന്ന് പറഞ്ഞാൽ എന്താണ്? പുഞ്ചിരിയാണ്. പുഞ്ചിരിക്കുന്ന മുഖമാണ് പ്രസന്നമായ മുഖം. അപ്പോൾ നമ്മളെല്ലാവരും കാര്യം മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട സതീശൻ സാറിനോട് താങ്കളുടെ പുഞ്ചിരി മരണം വരെ നിലനിർത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നേരായ മാർഗത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ കേരളക്കര ഒന്നടങ്കം നിങ്ങളുടെ പിന്നാലെ കാണും. അതാണ് ചരിത്രവും അതാണ് സത്യവും എന്ന് ഞാൻ പറയുന്നു. പ്രേക്ഷകരോട് നമ്മളെപ്പോഴും പ്രസന്നമായ മുഖത്തോടു കൂടി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. എങ്കിൽ നമുക്ക് എവിടെ ചെന്നാലും അംഗീകാരം കിട്ടും. അതിൽ യാതൊരു സംശയവുമില്ല. പുഞ്ചിരിക്കുന്ന മുഖത്തിൻ്റെ ഉടമകൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് സതീശൻ സാറിനെ കണ്ടു തന്നെ നമ്മൾ പഠിക്കണം. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. അതുപോലെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.